രാത്രി വൈകി വരെ ഒരു പ്രഡിക്ഷനും ഇല്ല, IMDയുടെ ഒരു പ്രഡിക്ഷനും ഇല്ല. രാത്രിയാണ് പെട്ടെന്ന് അതിതീവ്ര മഴയുണ്ടാവുന്നത്. അതിതീവ്ര മഴയുടെ ഏറ്റവും വലിയ സ്വഭാവം നമുക്ക് അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവാക്യുവേഷന് വേണ്ടി പോലുള്ള സ്ഥലം ഉണ്ടാവില്ല. വളരെ രാത്രി വൈകിട്ടാണ് ഈ മുന്നറിയിപ്പ് മെസ്സേജ് പോകുന്നത്. IMDയുടെ ഇതിൽ പോലും അത് പരിശോധിക്കാനുള്ള സംവിധാനമില്ല. ചില സ്ഥലങ്ങളിൽ സാധാരണ 200 ഇതിന് കൂടുതലായി മില്ലി കൂടുതലായിട്ട് മഴ പെയ്താൽ അത് എക്സ്ട്രീം ഹെവി റെയിനാണ്. ഇത് ചില സ്ഥലത്ത് 300 പെയ്തേക്കണം. ഒരു സ്ഥലത്ത് വടശ്ശേരിക്കരയിൽ 350 ചെയ്തിരിക്കുന്നത്. 350 മഴയാണ് ഉണ്ടായിരിക്കുന്നത്, ഭയങ്കരമായിട്ട് ഉണ്ടായിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഈ പ്രഡിക്ഷൻ ഇതാണ്. അങ്ങനെയുള്ള സാധാരണ മഴ പെയ്യുന്നതിൻ്റെ അല്ല ഇതുണ്ടായിരിക്കുന്നത്. ഇത് അതിതീവ്ര മഴ ഈ പ്രദേശങ്ങളിലുണ്ടായത്. 350 മില്ലിയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ 200 മീതെ എക്സ്ട്രീം ഹെവി റെയിനാണ്. അത് 300 പോയി, വടശ്ശേരിക്കരയിൽ അത് 350 വരെ പോയി. ഇപ്പോഴത്തെ ഏറ്റവും വലിയ എൽനിനോ പ്രതിഭാസത്തിൻ്റെ കൂടി ഭാഗമാണെന്നാണ് കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. അതായത് ചൂട് കൂടി കഴിഞ്ഞപ്പോൾ കടലിൽ ഇത് നീരാവിയായിട്ട് പോയി മേഘങ്ങളിൽ നിൽക്കുകയാണ്. അത് ഏത് സമയത്തും വന്ന് അതിതീവ്ര മഴയായി പെയ്യുന്ന ഒരു പുതിയ പ്രതിഭാസമാണ്. എൽനിനോയുടെ ഏറ്റവും വലിയ പ്രശ്നം വരൾച്ചയാണ് ഇനി വരാൻ പോകുന്നതെന്നാണ് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെന്തറിയാം ഇതിൻ്റെ അകത്ത് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിതീവ്ര മഴ എവിടെയാണ് പെയ്യുന്നത് അറിഞ്ഞാലേ മാത്രമേ ഉള്ളൂ അവിടെ നിന്ന് ഇവാക്യുവേഷൻ നടക്കുകയുള്ളൂ. അതിതീവ്ര മഴയുടെയും ക്ലൗഡ് ബേസിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇവാക്യുവേഷനുള്ള സമയം ഉണ്ടാവില്ല. ഞാൻ ഇതേ ചോദ്യം പ്രീ മൺസൂൺ മീറ്റിങ്ങിൽ IMDക്കാരോട് ചോദിച്ചാൽ, നിങ്ങളിത് റഡാറിൽ കണ്ടു കഴിഞ്ഞാൽ ഇവാക്യുവേഷനുള്ള ഗ്യാപ്പ് പോലും കിട്ടാത്ത തരത്തിലുള്ള വേദന എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷമാണ് അതിന് മുമ്പിൽ എടപ്പള്ളി ടൗണിൽ എറണാകുളം സിറ്റിക്കകത്ത് പെയ്തു, ഒരു പിടിയുണ്ടായിരുന്നില്ല, പെട്ടെന്നാണ് മഴ പോകുന്നത്. ഇത് ഈ പ്രത്യേകിച്ചുള്ള ടെറൈനല്ലേ, പത്തനംതിട്ടയിലേക്കുള്ള വളരെ സെൻസിറ്റീവായിട്ടുള്ള ടെറൈനുള്ള സ്ഥലത്ത് അതിതീവ്ര മഴ ഉണ്ടാകുമ്പോഴാണ് ലാൻഡ് സ്ലൈഡും ഉണ്ടാകുന്നു. ധാരാളം ലാൻഡ് സ്ലിപ്പുകളുണ്ടായി.